വെൽക്കം ടു കൊച്ചിൻ ബിനാലെ 2025. ഇതാണ് ബിനാലെ ടിക്കറ്റ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല കേട്ടോ, മട്ടാഞ്ചേരിയിലും ബിനാലെ നടക്കുന്നുണ്ട്. ഇതൊരു നൈസായ വർക്കല്ല, നോക്കിയാൽ നമ്മൾ ആ സ്റ്റെപ്പിൽ കയറി പോയി പെയിൻറ്റിച്ചില്ല, നല്ല രസം. സംഭവം അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്താലും ഒരു 2000 രൂപയുടെ കാഴ്ചകളുണ്ട്. ഇറ്റ്സ് നൈസ്. ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്കിറ്റ് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ബിനാലെ കാണാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വാട്ടർ മെട്രോയിലാണ്. അപ്പോൾ കൂടെയുള്ള വൈഫാണ് ക്യാമറ ചെയ്യണത്. രണ്ട് ഫോർട്ട് കൊച്ചി 100 രൂപ. അപ്പോൾ ഇതാണ് ടിക്കറ്റ്, ഫോർട്ട് കൊച്ചി പോകുന്ന ടിക്കറ്റാണത്. ഇതിന് 50 രൂപയാണ് പെർ പേഴ്സൺ കേട്ടോ. നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് കയറാൻ മതി. നൗഡേയ്സ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പവും കംഫർട്ടും അത് നമ്മുടെ വാട്ടർ മെട്രോ ആണ്. കൊച്ചിയുടെ കായൽ കാഴ്ചകൾ. ബോൾക്കാട്ടി പാലസും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും കടന്ന് ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്ക്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ആസ്പിരിൻ വാൾ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്യാഷ്. താങ്ക് യു. അപ്പോൾ ഇതാണ് ബിനാലെ ടിക്കറ്റ്. അപ്പോൾ ഒരാൾക്ക് 200 രൂപയാണ്. ഇപ്പോൾ സ്റ്റുഡൻസിന് എന്തോ ഓഫർ ഉണ്ട് കേട്ടോ, അത് നമുക്ക് കയറി കാണാം. ഇത് ബിനാലെയുടെ 6ാം പതിപ്പാണ്. ഡിസംബർ 12 തുടങ്ങിയ ബിനാലെ 2026 മാർച്ച് ലാസ്റ്റ് വരെയ്ക്കും ഉണ്ട് കേട്ടോ. ടോട്ടൽ 24 വെന്യൂവിലാണ് ഈ തവണ കൊച്ചി മുസിരീസ് ബിനാലെ നടക്കുന്നത്. ബിനാലയിൽ ആദ്യം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണിത്. കാർത്തിക കെയിൻ ചെയ്ത ഒരു വർക്കാട്ടത്. ബിനാലയിലെ എല്ലാ ആർട്ട് വർക്കും ഒന്നിനൊന്ന് മികച്ചതാണ്. ഇതെല്ലാം മസ്റ്റായിട്ടും നേരിട്ടൊന്ന് കാണണം. ഇവിടെയുള്ളത് കുറച്ച് മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ കളക്ഷനാണ്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ബിനാലെ കാണാൻ പോയ ദിവസം വലിയ റഷൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മൾ പോയത് ഇടവസാണ്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഷാ ചക്രവർത്തി ചെയ്ത ഒരു ആർട്ട് വർക്കാണിത്. ബിനാലയിലെ റൂമുകളുടെ ലൈറ്റപ്പ് അത് അടിപൊളിയാട്ടോ. കിഡിലൻ ലൈറ്റിംഗ് ആണ്. എന്താണോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണോ പെയിൻറ്റിങ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല കേട്ടോ, മട്ടാഞ്ചേരിയിലും ബിനാലെ നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വെന്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജസ്റ്റ് എല്ലാം കണ്ട് ഫിനിഷ് ചെയ്തിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ച് നമ്മൾ മട്ടാഞ്ചേരിയിൽ വന്നേക്കാട്ടോ. നമ്മളെടുക്കുന്ന നോർമൽ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ വെന്യൂവിലും പോകാട്ടോ. നമ്മുടെ ടിക്കറ്റിൻ്റെ വാലിഡിറ്റി 24 hours ആണ്. massart.in ഇതൊരു വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ്റെ മട്ടാഞ്ചേരിയിലുള്ള ഒരു പവേലിയൻ ആണിത്. ബിനാലയിലെ ഇൻഫർമേഷൻസ് ഉള്ള ബ്രൈൻ ലിപിയിൽ കൂടിയും എഴുതിയിട്ടുണ്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഇന്നസെൻറ്റിനെയാണ്. ആ ചെയർ കണ്ട് പേടിക്കുന്ന സീനുണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത്. ആക്ച്വലി ദുർഗാപൂജയുടെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. ദുർഗാപൂജയില്ലേ, ഇപ്പോൾ നമ്മുടെ പൂജ ഉണ്ടല്ലോ, കൽക്കട്ട ബേസ്ഡൊക്കെ വളരെ ഫേമസ് ആണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്നത് ദുർഗാപൂജനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. ഇതാണ് ബൗൾ സംഗീതം, ബൗൾ മ്യൂസിക്കാണ്. മട്ടാഞ്ചേരി ജൂതത്തെരുവിൻ്റെ അടുത്തുള്ള ഒരു പവേലിയനാണിത്. നൈസ് ആയിട്ടല്ലേ, ഗ്ലാസ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണും. ഇതാട്ടാ പെയിൻറ്റിങ്, ബ്ലാക്ക് ലൈറ്റപ്പായിട്ട്. ആക്ച്വലി ഇതൊക്കെ നേരിട്ട് കാണണം കേട്ടോ. അത് വീഡിയോയിൽ കണ്ട അത്രത്തോളം എഫക്റ്റ് ഇടുന്ന അറിയില്ല.
ഇതൊരു നൈസായ വർക്കല്ലേ നോക്കി, നീ ഒരു മിറർ കട്ട് ചെയ്തിട്ട് നല്ലൊരു ഫീലുണ്ട് ഇത്. എനിക്ക് ആ പെയിൻറ്റിങ് ഇഷ്ടമായിട്ടോ. നമ്മൾ ആ മുകളിൽ പോയ പെയിൻറ്റിങ്സ് ഇല്ലേ, നമ്മൾ ആ സ്റ്റെപ്പിൽ കയറിപ്പോയ പെയിൻറ്റിങ്സ് ഇല്ല, നല്ല രസം. അപ്പോൾ ഇതും മട്ടാഞ്ചേരിയുള്ളൊരു വെന്യൂ ആണ്. ഇത് നമ്മുടെ മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരിതാണ്. ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്തൊരു പോലീസുകാരനാട്ടോ. നമ്മൾ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇത് തപ്പിപ്പിടിച്ച് കാണണം. അതാണ് സംഭവം, അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്താലും ഒരു 2000 രൂപയുടെ കാഴ്ചയിലുണ്ട്. ഇറ്റ്സ് നൈസ്. ഓയിൽ പെയിൻ്റ്. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇതിനോട് എപ്പോഴോ ഉണ്ടായ ഈ സ്ത്രീകളുടെ കൂട്ടായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കെതിരെ അവർ സംസാരിച്ചതോ എന്തെങ്കിലും ആയിരിക്കാം. പോരാട്ടം, സമരം. ബുള്ളറ്റ്സാണോ അത്? അപ്പോൾ നമ്മുടെ ബിനാലെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.